ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു 12 ഫ്രേസുകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ഫ്രേസ് ആണ് ടു മൈ സർപ്രൈസ്. ടു മൈ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ മൈ എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് എന്ത് ചേർക്കാം? വേറെ വേർഡ് ചേർക്കാം. ഞാൻ പറയാം, ഉദാഹരണം പറയാം. ടു യുവർ സർപ്രൈസ്, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട്. ടു ഹെർ സർപ്രൈസ്, അവളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട്. അല്ലെങ്കിൽ ടു ഹിസ് സർപ്രൈസ്, അവനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട്. നിനക്ക് മാറ്റം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ടു മൈ സർപ്രൈസ് ഹി പ്രസന്റഡ് എ സ്പീച്ച്. എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫ്രേസ് ആണ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. മോർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ പ്രതീക്ഷയിൽ കൂടുതൽ. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരാണ്. അപ്പം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് 100 രൂപയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്നത് എത്രയാണ്? 150 രൂപ, 150 റുപ്പീസ്. അപ്പം നിങ്ങൾ പറയണം, ഓഹോ, ദിസ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ദിസ് ഈസ് മോർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. ദിസ് ഈസ് മോർ ദാൻ ഷീ എക്സ്പെക്റ്റഡ്. ദിസ് ഈസ് മോർ ദാൻ ഹി എക്സ്പെക്റ്റഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, മോർ ദാൻ എക്സ്പെക്റ്റഡ് മാത്രം പറയാം. മോർ ദാൻ എക്സ്പെക്റ്റഡ്. ദിസ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. ദിസ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്. ഇത് പ്രതീക്ഷയിൽ കൂടുതലാണ് എന്നർത്ഥം. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു അടുത്ത ഫ്രേസ് ആണ് എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാട ദിവസം അല്ലെങ്കിൽ ഇടവിട്ട ദിവസം. ഇടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒന്നരാട ദിവസങ്ങൾക്ക് പറയാം. ഒരു ഉദാഹരണം പറയാണ്, യു ഹാവ് ടു കം. നിങ്ങൾക്ക് വരേണ്ടതുണ്ട്. എവ്രി അതർ ഡേ. ഇടവിട്ട ദിവസം നിങ്ങൾക്ക് ഇവിടെ വരേണ്ടതുണ്ട്. യു ഹാവ് ടു ഗോ ദെയർ എവ്രി അതർ ഡേ. യു ഹാവ് ടു ടേക്ക് മെഡിസിൻസ്. യു ഹാവ് ടു ടേക്ക് മെഡിസിൻസ് എവ്രി അതർ ഡേ. ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ആണ് എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ. ഇനി നമ്മുടെ നാലാമത്തെ ഫ്രേസ് ആണ് ഓൾ ഓവർ ദ വേൾഡ്. ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്നാണ്. ലോകം മുഴുവൻ. ഒരു ഉദാഹരണം പറയാം, ദിസ് സോങ് ഈസ് ഫേമസ് ഓൾ ഓവർ ദ വേൾഡ്. ഉണ്ടോ? ദിസ് സോങ് ഈസ് ഫേമസ് ഓൾ ഓവർ ദ വേൾഡ്. ഈ ഒരു സോങ് ലോകം മുഴുവൻ എന്താണ്? ഫേമസ് ആണ്. മറ്റൊരുദാഹരണം പറയാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ഫേമസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, സിമ്പിളായി പറയാം. ഇനി പറയാം, അടുത്താണ് നമ്മുടെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഫ്രേസ് ആണ് റൈറ്റ് അണ്ടർ മൈ നോസ്. റൈറ്റ് അണ്ടർ മൈ നോസ്. എൻ്റെ കണ്ണു മുന്നിൽ വെച്ച്. നമ്മൾ പറയാറുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്, അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ് എന്ന് പറയാറുണ്ട്. അവൻ്റെ കണ്ണു മുന്നിൽ വെച്ച്. അപ്പം എൻ്റെ കണ്ണു മുന്നിൽ വെച്ച് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇങ്ങനെ റൈറ്റ് അണ്ടർ മൈ നോസ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ഫ്രേസ്. ഇതൊരു ബെസ്റ്റ് എന്നാണ്, നല്ലൊരു ഫ്രേസ് ആണ്. റൈറ്റ് അണ്ടർ മൈ നോസ്. റൈറ്റ് അണ്ടർ മൈ നോസ് എന്ന് വെച്ചാൽ എൻ്റെ കണ്ണു മുന്നിൽ വെച്ച്. ഒരു ഉദാഹരണം നോക്കാം. ഇറ്റ് ഹാപ്പൻഡ്. ഇത് സംഭവിച്ചു. ഇറ്റ് ഹാപ്പൻഡ്. ഇത് സംഭവിച്ചു. റൈറ്റ് അണ്ടർ യുവർ നോസ്. ഇത് സംഭവിച്ചത് നിങ്ങളുടെ കണ്ണു മുന്നിൽ വെച്ചാണ്. നിങ്ങളുടെ കണ്ണു മുന്നിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാം, നമ്മുടെ ആറാമത്തെ ഫ്രേസ് ആണ് ഇൻ ദ മിഡിൽ ഓഫ് എവ്രിതിങ്. ഇൻ ദ മിഡിൽ ഓഫ് എവ്രിതിങ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഇടയിൽ. എല്ലാത്തിനും ഇടയിൽ. ഒരു ഉദാഹരണം നോക്കാം. വെൻ യു കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ. നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് എവ്രിതിങ്. ഞാൻ എവിടെയായിരുന്നു? ഞാൻ എല്ലാത്തിനും ഇടയിലായിരുന്നു. എൻ്റെ ഫാമിലി ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എല്ലാത്തിനും ഇടയിലായിരുന്നു. വെൻ യു കോൾഡ് മീ ഐ വാസ് ഇൻ ദ മിഡിൽ ഓഫ് എവ്രിതിങ്. അപ്പോൾ ഈ കാണുന്ന ഫ്രേസുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഫ്ലുവൻസിയോട് കൂടി നമ്മൾ സംസാരിക്കാൻ ഉണ്ടോ? ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ക്ലിയർ? എവ്രി അതർ ഡേ, മോർ ദാൻ എക്സ്പെക്റ്റഡ്, ടു മൈ സർപ്രൈസ്, ഓൾ ഓവർ ദ വേൾഡ്, റൈറ്റ് അണ്ടർ മൈ നോസ്, അതുപോലെ ഇൻ ദ മിഡിൽ ഓഫ് എവ്രിതിങ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്മുടെ ഏഴാമത്തെ ഫ്രേസ് ആണ്
ഓക്കെ, എന്താണ് ഓൾ ഓവർ ദ പ്ലേസ്? ഓൾ ഓവർ ദ പ്ലേസ്, എല്ലായിടത്തും. നമുക്കറിയാം എവ്രിവെയർ എന്നാണ്. എവ്രിവെയർ, ഈ എവ്രിവെയർ എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് ഉപയോഗിക്കാം ഓൾ ഓവർ ദ പ്ലേസ്. ഒരു ഉദാഹരണം പറയാം, ദിസ് ഈസ് അവൈലബിൾ ഓൾ ഓവർ ദ പ്ലേസ്. ഇവിടെ പ്ലേസസ് എന്ന് പറയരുത് കേട്ടോ, എസ് ചേർക്കരുത്. ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറയാതെ ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറയണം. ഓൾ ഓവർ ദ പ്ലേസ്. ദിസ് ഈസ് അവൈലബിൾ ഓൾ ഓവർ ദ പ്ലേസ്. ഇത് അവൈലബിൾ ആണ്, ഇത് ലഭ്യമാണ് ഇവിടെ എല്ലായിടത്തും. ഇത് എല്ലായിടത്തും ലഭ്യമാണ്. ഇനി നമ്മുടെ 8ാമത്തെ ഫ്രേസ് ആണ് ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഇൻ എ ഫ്രണ്ട്ലി മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹാർദ്ദപരമായി എന്നർത്ഥം. ഞാൻ പറയാം, ഹി ടോക്ക് ടു മീ, അവൻ എന്നോട് സംസാരിച്ചു. എങ്ങനെ? ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഹി ടോക്ക് ടു മീ ഇൻ എ ഫ്രണ്ട്ലി മാനർ. അവൻ വലിയൊരു വ്യക്തിയാണ്, വലിയൊരു ആളാണ്, ഫേമസ് ഒരാളാണ്. പക്ഷേ അദ്ദേഹം എന്നോട് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ഹി ടോക്ക് ടു മീ ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഹി ടോക്ക് ടു മീ ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഇൻ ദ പ്രോപ്പർ വേ. ഇൻ ദ പ്രോപ്പർ വേ, നല്ല രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എന്ന് പറയാം. ഓക്കെ, ഇൻ ദ പ്രോപ്പർ വേ. ഡു ഇറ്റ് ഉണ്ടോ? ഡു ഇറ്റ് ഇൻ ദ പ്രോപ്പർ വേ. നല്ല രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യൂ. നല്ല രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇത് ചെയ്യൂ. ഡു ഇറ്റ് ഇൻ ദ പ്രോപ്പർ വേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, അതാണ് ഫോർ നോ റീസൺ. ഫോർ നോ റീസൺ പറയാം, വിത്തൗട്ട് എനി റീസൺ പറയാറില്ലേ? വിത്തൗട്ട് എനി റീസൺ. ഇതിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് ഫോർ നോ റീസൺ എന്ന് വെച്ചാൽ ഒരു കാരണവും കൂടാതെ. ഒരു കാരണവും കൂടാതെയാണ് അവൻ എന്നെ അടിച്ചത് അല്ലെങ്കിൽ അവൻ എന്നെ ഷൗട്ടിങ് ചെയ്തത്. പറയാം, ഹി ഷൗട്ടഡ് അറ്റ് മീ. ആണോ? ഹി ഷൗട്ടഡ് അറ്റ് മീ ഫോർ നോ റീസൺ. ഒരു കാരണം കൂടാതെയാണ് അവൻ എന്നെ ഷൗട്ടിങ് ചെയ്തത് അല്ലെങ്കിൽ ഷൗട്ടിങ് ചെയ്തത് എന്ന് പറയാം, ചീത്ത പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ 11th വൺ, ആസ് മച്ച് ആസ് പോസിബിൾ. ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിരുന്നു ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ? എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടത്തും, പെട്ടെന്ന്. കം ഹിയർ ആസ് സൂൺ ആസ് പോസിബിൾ. ഇതാണ് ആസ് മച്ച് ആസ് പോസിബിൾ. ആസ് മച്ച് ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത്ര എന്നർത്ഥം. കഴിയുന്നത്ര. ആസ് മച്ച് ആസ് പോസിബിൾ, കഴിയുന്നത്ര. ഡു ആസ് മച്ച് ആസ് പോസിബിൾ, കഴിയുന്നത്ര ചെയ്യൂ. കഴിയുന്നത്ര ചെയ്യൂ. ട്രൈ ടു ഡു ഇറ്റ്. ട്രൈ ടു ഡു ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ട്രൈ ടു ഡു ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ എന്നർത്ഥം കഴിയുന്നത്ര ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ എന്നർത്ഥം. കഴിയുന്നത്ര ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്രേസ് ആണ് ഓൾമോസ്റ്റ് എവ്രിതിങ്. എന്താണ് ഓൾമോസ്റ്റ് എവ്രിതിങ് എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാം അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാം എന്നർത്ഥം. ഏതാണ്ട് എല്ലാം അല്ലെങ്കിൽ മിക്കവാറും എല്ലാം എന്നർത്ഥം. ഞാൻ പറയാം, ഐ ടോൾഡ് യു ഓൾമോസ്റ്റ് എവ്രിതിങ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഐ ടോൾഡ് യു ഓൾമോസ്റ്റ് എവ്രിതിങ്. ഇനി നിങ്ങൾ ഒരു 3-4 സെൻറ്റൻസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവ്രി വൺ.